السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിതന്മാരെ, ജംഉം ഖസ്റും പാർട്ട് 6. ജമ്മിൻ്റെയും ഖസ്റിൻ്റെയും പൊതുവായ ഷർത്തുകൾ, രണ്ടിനും കൂടി ബാധകമാകുന്ന ഷർത്തുകളാണ്. അതിലെ ഒന്നാമത്തെ ഷർത്ത് ആ ഖസ്റിൻ്റെയും ജമ്മിൻ്റെയും മസാഫത്ത്, ദൂരം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ വിശദീകരിച്ചത്. ഇനി രണ്ടാമത്തെ ഷർത്ത്, ജമ്മിനെയും ഖസ്റിനെയും ബാധിക്കുന്ന രണ്ടിനുമുള്ള ഷർത്തായി യാത്ര ഹലാലായ യാത്രയായിരിക്കണം. അല്ലാ യകൂന ആസിയൻ ബിസ്സഫരി എന്ന് പറഞ്ഞാൽ അൻ യകൂന സഫറു മുബാഹൻ, യാത്ര മുബാഹാകണം. ഐ ജായിസൻ ഫീ ദന്നിഹി, തൻ്റെ ഭാവനയിൽ അതൊരു ജായിസായ യാത്രയായിരിക്കണം. കമൻ ഉർസില ബി കിതാബിൻ, ഒരു എഴുത്തുകൊണ്ട് ഒരുത്തിന് അയക്കപ്പെട്ടു. ലം യഅലം ഫീഹി മഅസിയത്തൻ, ഇവൻ ആ എഴുത്തിൽ ദോഷകരമായ ഒന്നിനെയും അറിയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഓൻ്റെ ഭാവനയനുസരിച്ച് ഈ എഴുത്തുമായി ഇവൻ പോകുന്ന യാത്ര ജായിസായ ഒരു യാത്രയാണ്, മുബാഹായ യാത്രയാണ്. സവാഉനിൽ വാജിബു, മുബാഹ് ആയ യാത്ര എന്ന് പറയുമ്പോൾ ആ യാത്ര ചിലപ്പോൾ നിർബന്ധമാകാം. സഫരി ഹജ്ജിൻ, ഹജ്ജിൻ്റെ യാത്ര പോലെ. വൽ മന്ദൂബു, സുന്നത്താക്കപ്പെട്ട യാത്ര, അതും ആവാം, സമമാണ്. സിയാറത്തി ഖബരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ശരീഫ് സിയാറത്ത് ചെയ്യും പോലെ. വൽ മുബാഹു, ഹലാലാക്കപ്പെട്ട യാത്രയും സമമാണ്. സഫരി തിജാറത്തിൻ, കച്ചവടത്തിന് വേണ്ടിയുള്ള യാത്ര. വൽ മക്റൂഹു, കറാഹത്താക്കപ്പെട്ട യാത്രയും സമമാണ്. ഇതും മുബാഹായ യാത്രയിൽ വരും. സഫരി ലിത്തിജാറത്തി ഫി അക്ഫാനിൽ മൗത, മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള കഫംപുട, അത് വിൽപ്പന നടത്താൻ വേണ്ടിയുള്ള യാത്ര. ആ യാത്ര കറാഹത്താണ്. അപ്പോൾ ഇങ്ങനെ ജായിസായ യാത്രയുടെ പരിധിയിൽ ഈ പറയപ്പെട്ടതെല്ലാം ഉൾപ്പെടുന്നതാണ്. മിൻഹു, കറാഹത്തായ യാത്രയിൽപ്പെട്ടതാണ് അൻ യുസാഫിറ, ഒരു വ്യക്തി യാത്ര പോകുക, വഹദഹു, അവൻ തനിയെ. വലോ ഖസ്റ സഫറു, അവിടെ യാത്ര നീണ്ട യാത്ര ആവണം എന്നില്ല, ചുരുങ്ങിയ യാത്രയാണെങ്കിലും ഒറ്റക്ക് യാത്ര പോകാം. ലാ സിയമ ഫില്ലൈലി, പ്രത്യേകിച്ച് രാത്രി. ലി ഖബരി അഹ്മദ വ ഗൈരിഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെയും അല്ലാത്തവരുടെയും ഹദീസുണ്ട്. കരിഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ വഹദത ഫി സഫരി, റസൂലുള്ളാഹി തങ്ങൾ യാത്രയിൽ ഒറ്റപ്പെടലിനെ, അവൻ തനിച്ചായിരിക്കലിനെ വെറുത്തിരിക്കുന്നു. വലോ മിൻ റാക്കിബിൽ ഫലാത്തി വഹദഹു, അത് അവൻ മരുഭൂമിയിൽ ഒറ്റക്ക് യാത്ര ചെയ്യുന്നവനാണെങ്കിലും ശരി. ഐ വ ഇൻ ലന്ന ലററൻ യൽഹഖുഹു, അവനക്ക് എന്തെങ്കിലും പ്രയാസം ചേരുമെന്ന് അവൻ ഭാവിച്ചാലും ഇതൊക്കെ കറാഹത്താണ്, ഒറ്റക്ക് യാത്ര ചെയ്യൽ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അറാക്കിബു ശൈത്താനുൻ, ഒറ്റ യാത്രക്കാരൻ പിശാചാണ്. വറാക്കിബാനി ശൈത്താനാനി, രണ്ട് യാത്രക്കാർ, രണ്ട് ശൈത്താന്മാരാണ്, രണ്ട് പിശാചുക്കളാണ്. വസ്സലാസത്തു റക്കുബുൻ, 3 പേരുള്ള യാത്രയാണ് യാത്ര. ഫയുക്റഹു ഐളൻ,
ഇസ്നാനി ഫഖത്ത്. അപ്പോൾ രണ്ടുപേര് മാത്രമായാലും യാത്ര കറാഹത്ത് തന്നെയാണ്. ലാക്കിൻ അൽ കറാഹത്ത് ഹുന അഖഫ്. പക്ഷേ ഇവിടെ രണ്ടാളുണ്ടാവുമ്പോൾ കറാഹത്തിന് കുറച്ചും കൂടി ശക്തി കുറവുണ്ട്, ഹിഫത്തുണ്ട്. വസഹ സഹിഹായി വന്നിട്ടുണ്ട് ഖബറു, ഒരു ഹദീസ്, ലൗ യഅലമിന്നാസു, ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ അഅലമു ഫിൽ വഹദത്തി, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൽ ഞാൻ അറിയുന്ന ഒരു കാര്യം അവരറിഞ്ഞിരുന്നുവെങ്കിൽ, മാ സാറ റാക്കിബും ബിലൈലിൻ വഹദഹു, ഒറ്റ യാത്രക്കാരനും രാത്രി തനിയെ യാത്ര ചെയ്യുമായിരുന്നില്ല. ഇവിടെ മാസാറ റാക്കിബുൻ ബിലൈലിൻ വഹദഹു എന്ന് രാത്രി പ്രത്യേകമാക്കി. അതുപോലെ തന്നെ ഹുസ്സർ റാക്കിബു വല്ലയിലു, ഇവിടെ റാക്കിബ് വാഹനം കയറുക, അങ്ങനത്തെ ആളെ പ്രത്യേകമാക്കപ്പെട്ടു. വല്ലയിലും രാത്രി എന്നുള്ളതിനും പ്രത്യേകമാക്കപ്പെട്ടു. നടന്നു പോവുകയാണെങ്കിലും പിന്നെ വാഹനത്തിൽ കയറി പോവുകയാണെങ്കിലും ഒക്കെ ഒരുപോലെയാണോ? ഇവിടെ റസൂലുള്ള പറഞ്ഞത് റാക്കിബ് എന്നാണ്, രാത്രി എന്നുമാണ്. അത് പ്രത്യേകം ഖാസാക്കപ്പെട്ടത് ലി അന്നഹുമാ മളിന്നത്തുൽ ഖൗഫി അക്സറ. ഈ വാഹനത്തിലാകുമ്പോൾ, അതും രാത്രിയിലാകുമ്പോൾ, അത് രണ്ടും തന്നെ ഭയത്തെ ഭാവിക്കുന്ന ഘടകങ്ങളാണ്. അക്സറ, അധികരിച്ച നിലക്ക്. നടന്നു പോവുക, പകലാകുക, ഇത് ഈ സമയത്തുണ്ടാകുന്നതിനേക്കാൾ അപകടമാണ്. അപകട സാധ്യത ഭാവിക്കാവുന്ന വിഷയമാണ് രാത്രിയിലാവുക, അതും വാഹനത്തിലാവുക എന്നുള്ളത്. ഇല്ല, ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് പ്രത്യേകമാക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഫമിസ്ലു റാക്കിബി അൽ മാഷി, ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്നവനെ പോലെ തന്നെയാണ് നടക്കുന്നവനും. മിസ്ലുൽ ലൈലി അന്നഹാറു, രാത്രി പോലെ തന്നെയാണ് പകലും. ഈ വിഷയത്തിൽ, തനിച്ച് യാത്ര പോകുന്ന വിഷയത്തിൽ പ്രത്യേകമാക്കാൻ ഇങ്ങനെ ചില കാരണങ്ങൾ വെച്ചുകൊണ്ട് പ്രത്യേകമായി പറഞ്ഞതാണ്. പകലാണെങ്കിലും അത് നടന്നിട്ടാണെങ്കിലും ഒറ്റക്കാവുമ്പോൾ അത് ശരിയായ യാത്രയല്ല, കറാഹത്തായ യാത്രയാണ്. അവൻ ശൈത്താനാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. മാത്രമല്ല, പകലാണെങ്കിലും നടന്നിട്ടാണെങ്കിലും ഈ ഒറ്റക്കുള്ള യാത്രയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കിയാൽ ഒരാളും യാത്ര ചെയ്യുകയില്ല എന്ന് പറഞ്ഞത് ഇതൊക്കെ ബാധകമായ വിഷയമാണ്. തുഹഫ ഷെർവാനി സഹിതം 2369, ജമല് 1599, നിഹായത്തു സൈനി 131. തനിച്ച് യാത്ര പോകുന്ന അത് കറാഹത്താണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ യുസാഫിറ ലിത്തിജാറത്തി, കച്ചവടത്തിന് വേണ്ടി ഒരാൾ യാത്ര പോവുകയാണ്. പക്ഷേ ബി ഖസ്തി ജംഇൽ മാല്, മുതലിനെ ഒരുമിച്ച് കൂട്ടുക, വസിയാദത്തി ഫീഹി അല അംസാലിഹി, തൻ്റെ കടക്കാരായ ആളുകളെക്കാണ് മുതലിൽ വർധന വേണം എന്നൊരു ലക്ഷ്യം വെക്കുക. ഇങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കച്ചവടത്തിന് വേണ്ടിയുള്ള യാത്രയും കറാഹത്താണ്. വൽ മുബാഹു, മുബാഹായത് ഫി ഗൈരി ദാലിക, ഇതല്ലാത്ത വിഷയത്തിൽ വരുന്ന യാത്രകളാണ്. ഖുർദി അപ്രകാരം വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൽ ബുഅദു അനി റുഫഖത്തി ഹൈസു ലാ യൽഹഖുഹു ഗൗസുഹും, സ്നേഹിതന്മാരെ തൊട്ട് അകന്ന് യാത്ര ചെയ്യുക. ഏത് അവസ്ഥ കണ്ട് അവൻ അകന്ന് യാത്ര ചെയ്യുക? ഹൈസു ലാ യൽഹഖുഹു ഗൗസുഹും, ഇവൻ അവരെ സഹായത്തിന് വേണ്ടി വിളിച്ചാൽ അവരുടെ സഹായം ഇവൻക്ക് ലഭ്യമാകുകയില്ല. അത്രയും നിലക്ക് അവൻ ഈ കൂട്ടുകാരിൽ നിന്ന് അകന്നാണ് യാത്ര ചെയ്യുന്നത്, വിട്ടാണ് യാത്ര ചെയ്യുന്നത്. ആ വിട്ട് യാത്ര ചെയ്യൽ കൽ വഹദത്തി, ഒറ്റക്ക് യാത്ര ചെയ്യും പോലെയാണ് കറാഹത്തിൻ്റെ വിഷയത്തിൽ. കമാ ഹുവ ളാഹിറുൻ. തുഹ്ഫ
ഷെർവാനി സഹിതം 2349. മക്രുഹായ യാത്ര പറഞ്ഞല്ലൊക്കെ സഫരിൽ വാഹിദി വൽ ഇസ്നൈൻ, രണ്ടുപേര് അതല്ലെങ്കിൽ ഒരാളൊക്കെ യാത്ര പോവുക. ലിമനിസ്തനാസി, ജനങ്ങളുമായി ഇണങ്ങി ജീവിക്കുന്നവർക്കാണ് ഇങ്ങനെ ഒറ്റക്കോ രണ്ടുപേർ മാത്രമാകുമ്പോഴൊക്കെ കറാഹത്ത് വരിക. ജനങ്ങളുമായിട്ട് അവരിങ്ങനെ ഇടപഴകി ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് ഒറ്റക്കോ രണ്ടാളൊക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന ആ ജനങ്ങളുമായിട്ടുള്ള ഇടപഴകൽ കൊണ്ടുണ്ടാകുന്ന ആ ഒരു ആശ്വാസം കിട്ടൂലല്ലോ. വലം യൽത്തറലി ദാലിക്ക, ഇതിലേക്ക് രണ്ടുപേരോ ഒരാളോ തനിച്ച് യാത്ര പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ നിർബന്ധിതരായിട്ടുമില്ല. ആ അവസ്ഥയിൽ ഇങ്ങനെ ഒരു യാത്ര പോകൽ കറാഹത്താണ്. നേരെ മറിച്ച് ഒറ്റക്കുള്ള യാത്ര കറാഹത്ത് വരാത്ത ഒരു സന്ദർഭമാണ്. ജനങ്ങളുമായിട്ട് അവൻ ഇണങ്ങി ജീവിക്കുന്ന ഒരാളല്ല. അവനക്ക് ഒറ്റക്ക് ഉള്ള യാത്രയാണ് അവനക്ക് നേരം പോക്ക്. കാരണം അവൻ റബ്ബുമായിട്ടുള്ള ആ ഒരു ബന്ധം ദിക്റിലും സ്വലാത്തിലും ഒക്കെയായി അങ്ങനെ നേരം പോക്ക് കാണുന്ന ഒരാളാണ്. അവനക്ക് കൂട്ടുകാരോട് കൂടെയുള്ള യാത്രയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും എന്നുള്ള ഭയമാണ്. വല്ലൗജഹു അന്നമന്ന അനസബില്ലാഹി, പ്രബലമായ വീക്ഷണം, ഒരാൾ അള്ളാഹിനെ കൊണ്ട് നേരം പോക്കായി. ബിഹൈസു സാറ യനിസു ബിൽ വഹദത്തി, ഓനക്ക് ഒറ്റക്കുള്ള യാത്ര കൊണ്ടാണ് നേരം പോക്ക് കിട്ടുന്നത്. ആ അവസ്ഥയിലാണ് ഉള്ളത്. ക ഉൻസി ഗൈരിഹി ബിറുഫഖത്തി, മറ്റുള്ള ആളുകൾ സ്നേഹിതന്മാരെ കൊണ്ട് നേരം പോക്ക് ലഭിക്കുന്നത് പോലെ ഇവനക്ക് ഒറ്റക്കാകുമ്പോഴാണ് നേരം പോക്ക് ലഭിക്കുക. കാരണം അവൻ അള്ളാഹു തആലയുമായിട്ടുള്ള ആ ബന്ധവും ദിക്ർ സ്വലാത്ത് പോലെയുള്ള കാര്യങ്ങളുമായി അവൻ ആ ഒരു പ്രത്യേകമായ രീതിയിലാണ് ഉള്ളത്. എങ്കിൽ അദമുൽ കറാഹത്ത് ഇല്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ യാത്ര കറാഹത്തില്ല. കമാലൗ ദഅത്ത് ലിൽ ഇൻഫിറാദി ഹാജത്തുൻ, അവൻ തനിച്ച് യാത്ര ചെയ്യുന്നതിലേക്ക് ഒരു ആവശ്യം തേടി. കാരണം അവനക്ക് തനിച്ച് യാത്ര ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. ഒരാളെ കൂട്ടുന്നത് അവൻ്റെ ആ കാര്യങ്ങൾക്ക് പ്രയാസമോ തടസ്സമോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഘട്ടമാണ്. അങ്ങനത്തെ ഘട്ടത്തിലൊന്നും ഈ കറാഹത്ത് വരികയില്ല എന്നാണ് തുഹഫ 2369 പറയുന്നത്. അപ്പോൾ യാത്ര ഹലാലായ യാത്രയായിരിക്കണം. ബിന്നിസ്ബത്തി ലിൽ ഖസ്രി വസായിരി റുഹസി, ഖസ്ർ കൊള്ള നോക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റു റുഖ്സകൾ, വിട്ടുവീഴ്ചകൾ, വിടുതികൾ, ഇതിലേക്കൊക്കെ ചേർത്ത് നോക്കുമ്പോൾ അവൻ്റെ യാത്ര അനുവദനീയമായ യാത്രയായിരിക്കണം. ജായിസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഹറാമായ യാത്ര പുറപ്പെട്ടു. ബി അൻ യഖ്സിദ മഹല്ലൻ ലിഫിഇലിൻ മുഹറമിൻ, ഒരു ഹറാമായ പ്രവർത്തനത്തിന് വേണ്ടി ഒരു സ്ഥലത്തെ അവൻ ഉദ്ദേശിച്ചു. വൈൻ ഖസദ മഅഹു നഹവ സിയാറത്തിൻ, അതോടുകൂടെ അവൻ ഖബർ സിയാറത്ത്, മഹാന്മാരുടെ ഖബർ സിയാറത്ത് പോലെയുള്ള കാര്യം ഉദ്ദേശിച്ചാലും ശരി, ഇങ്ങനെ ഒരു ഹറാമായ പ്രവർത്തനത്തിന് വേണ്ടി ഒരു മഹല്ല് ഉദ്ദേശിച്ചു കൊണ്ടുള്ള യാത്ര ഹറാമായ യാത്ര. വഹാദാ ഹുവൽ ആസി ബിസ്സഫരി, ഇവനെ സംബന്ധിച്ചാണ് യാത്ര കൊണ്ട് ദോഷിയായവൻ എന്ന് പറയുന്നത്. അവനക്ക് റുഖ്സകളൊന്നും എടുക്കാൻ പറ്റൂല, ഖസ്റാക്കാനോ. കാരണം ലി അന്ന സഫറ സബറു റുഖ്സത്തി, യാത്ര എന്ന് പറയുന്നത് ഈ വിടുതികൾക്കുള്ള ഒരു കാരണമാണ്. ഫലാ തനാതുബിൽ മഅസിയത്തി, അപ്പോൾ ഈ വിടുതികൾ അത് തെറ്റായ കാര്യവുമായി ദോഷങ്ങളുമായി ബന്ധിക്കുകയില്ല, ദോഷവുമായിട്ട് ബന്ധിക്കുകയില്ല. അപ്പം ദോഷം ചെയ്യുന്ന വ്യക്തിക്ക് റുഖ്സ പറ്റുകയില്ല. വമിൻ തമ്മ ഇംതനഅ സായിറു റുഖസി സഫരി, ഇതുകൊണ്ട് തന്നെ യാത്രയുടെ മറ്റു വിടുതികളെല്ലാം
അവൻ്റെ മേൽ തടസ്സമാണ്. ഹത്ത അക്ലിൽ മൈത്തത്തി ഇൻദൽ ഇൽത്തിറാർ, ഒരു നിർബന്ധിത പ്രയാസ ഘട്ടത്തിൽ ശവം തിന്നാം എന്ന് പറഞ്ഞതു വരെ അവനക്ക് പറ്റൂല. ശവം തിന്നുക എന്നുള്ളത് യാത്രക്ക് കിട്ടുന്ന റുഖ്സയല്ല. നാട്ടിലാണെങ്കിലും ദീർഘമല്ലാത്ത യാത്രയാണെങ്കിലും ഒക്കെ ഒരു ഇൽത്തിറാറിൻ്റെ ഘട്ടത്തിൽ ശവം തിന്നാം. പക്ഷെ അത് ഈ യാത്ര കൊണ്ട് ദോഷിയായ വ്യക്തിക്ക് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ വേറെയും റുഖ്സകളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ദീർഘമായ യാത്രയുമായി ബന്ധപ്പെട്ട പിന്നെ റുഖ്സയാണ് ഖസ്ർ, ജംഅ്, അതുപോലെ തന്നെ നോമ്പ് മുറിക്കാം, ഖുഫന്റെ മേൽ 3 ദിവസം തടയാം. ഇതൊന്നും അവർക്ക് പറ്റുകയില്ല. ശറഹു ബാഫദിൽ കുർദി സഹിതം 2:43. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് യാത്ര കൊണ്ട് ദോഷിയായവൻ. അപ്പൊ അവിടെ മറ്റൊരു സൂറത്തുണ്ട്, യാത്രയിൽ ദോഷം ചെയ്തവൻ. അവൻ ദോഷം ചെയ്യാൻ വേണ്ടി, തെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള യാത്രയല്ല, പക്ഷെ യാത്രക്കു മധ്യേ അവനിൽ നിന്ന് തെറ്റ് സംഭവിച്ചു. ബിഖിലാഫി മൻ അറളത് ലഹു മഅസിയത്തുൻ വഹുവ മുസാഫിറുൻ ഫർതകബഹ വഹാദാ ഹുവൽ ആസി ഫിസ് സഫരി. ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ തെറ്റായ ഒരു കാര്യം പുതുതായി വരികയും അവനത് പ്രവർത്തിക്കുകയും ചെയ്തു. ഇവനെ സംബന്ധിച്ച് യാത്ര കൊണ്ട് ദോഷം ചെയ്തവൻ എന്ന് പറയൂല, യാത്രയിൽ ദോഷം ചെയ്തവൻ, തെറ്റ് ചെയ്തവൻ എന്നേ പറയൂ. അമ്മൽ ആസി ഫീ സഫരിഹി, അപ്പോൾ യാത്രയിൽ തെറ്റ് ചെയ്യുന്നവൻ, വഹുവ അവൻ മൻ യഖ്സുദു സഫറൻ മുബാഹൻ, ഹലാലായ യാത്ര അവൻ ഉദ്ദേശിച്ചത്, ഫയഅരിദു ലഹു ഫീഹി മഅസിയത്തുൻ, അപ്പോൾ ആ യാത്രയിൽ തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചു വരും. ഫയർതകിബുഹ, അപ്പോൾ തെറ്റായ കാര്യം ചെയ്യും. അങ്ങനത്തെ ആളാവുമ്പോൾ ഫയതറഖസു, അവനക്ക് ഈ റുഖ്സകളൊക്കെ എടുക്കാം, ഖസ്ർ ജമ്മടക്കമുള്ള റുഖ്സകൾ എടുക്കാം. കാരണം അന്ന സബബ തറഖുസിഹി മുബാഹുൻ, ഓൻ്റെ ഈ റുഖ്സകൾക്കുള്ള കാരണം അത് ഹലാലായ ഒരു കാര്യമാണ്. ഖബ്ലഹ വ ബഅദഹ, തെറ്റിന്റെ മുമ്പും തെറ്റിന്റെ ശേഷം ഒരു ഹലാലായ കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ ഓൻ്റെ യാത്രയുള്ളത്. അതുകൊണ്ട് റുഖ്സക്കുള്ള കാരണം മുബാഹായ ഈ യാത്ര എന്നുള്ളതാണ്. അത് ഈ തെറ്റിന്റെ മുമ്പ് തന്നെ അങ്ങനെയാണ്, തെറ്റിന്റെ ശേഷം അങ്ങനെയാണ്, ഇടയിൽ തെറ്റ് കയറി വന്നതാണ്. ബിഖിലാഫി മൻ അറളത് ലഹു മഅസിയത്തുൻ വഹുവ മുസാബിറുൻ ഫർതകബഹ വഖറജ ബിൽ ആസി ബിസഫരിഹി അൽ ആസി ഫി സഫരിഹി കഅൻ സാഫറ സഫറൻ മുബാഹൻ സുമ്മ ഫി അസ്നാഇഹി സറഖ മസലൻ. ഓനൊരു ഹലാലായ യാത്രയാണ് ഉദ്ദേശിച്ചു പോയത്, എന്നാൽ ഇടയിൽ വെച്ചുകൊണ്ട് ഓന് ധനം കട്ടു, മറ്റൊരാളുടെ ഒരു സമ്പത്ത് കട്ടെടുത്തു ഉദാഹരണമായിട്ട്. അതല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം ചെയ്തു. ഫയതറഖസു, അപ്പോൾ അവനക്ക് ഈ റുഖ്സകളൊക്കെ ബാധകമാണ്, അവനക്ക് റുഖ്സകളൊക്കെ എടുക്കാൻ പറ്റും. അമൽ മഅസിയത്തു ഫി സഫരി കശുർബി ഖംറിൻ ഫി സഫരി ഹജ്ജിൻ, ഹജ്ജിന്റെ യാത്രയാണ്, പക്ഷെ ഇടയ്ക്ക് വെച്ചോ കള്ളു കുടിച്ചു എന്നൊക്കെ ഉദാഹരണമായിട്ട്. ഫലാ തുഅസ്സിറു ലിഇബാഹത്തി സഫരി, അത് ഓൻ്റെ യാത്ര ഹലാലാകലിന് പിന്നെ പ്രശ്നം സൃഷ്ടിക്കുകയില്ല എന്നാണ്. ഫലാ നദറ ലിമാ യത്റഉ ഫീഹി, അപ്പൊ യാത്രയിൽ പുതുതായി വരുന്ന ചില കാര്യങ്ങളിലേക്ക് ഇവിടെ നോട്ടം ഇല്ല. കാൻ സനാ ഫീഹി ഔ ശരിബ ഖംറൻ ഫഇന്നഹു യഖ്സുറു മുത്ലഖ, അവർക്കൊക്കെ ഈ യാത്രക്ക് മധ്യേ ഇങ്ങനെ സംഭവിച്ചു പോയാലും ഖസ്ർ ജമ്മ അടക്കമുള്ള ഇളവുകൾ അവർക്ക് ലഭിക്കും. എന്ന് വെച്ച് യാത്രയിൽ തെറ്റ് ചെയ്യണം എന്നോ ചെയ്യാം എന്നോ എല്ലാം പറഞ്ഞതിന് സാധ്യം. അവന്റെ ലക്ഷ്യം ഹലാലായ ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ വരുന്ന ഈ തെറ്റുകളെ കൊണ്ട് ഈ യാത്രക്ക് കിട്ടുന്ന ഇളവുകൾക്ക് തടസ്സം വരികയില്ല എന്ന് സാരം.
തുഹ്ഫ 2387, ഷർഹുൽ ഫളിൽ 243, ബുഷ്റൽ കരീം 1138, ജമൽ 1599. യാത്ര കൊണ്ട് ദോഷിയായവൻ, യാത്രയിൽ ദോഷിയായവനല്ല, യാത്ര കൊണ്ട് ദോഷിയായവൻ. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വീണ്ടും പറയാം, ആബിഖ്, ഒളിച്ചോടിയ അടിമ. അതുപോലെ തന്നെ നാഷിസത്ത്, പിണങ്ങിപ്പോകുന്ന ഭാര്യ ഭർത്താവിനോട്. മുസാഫിരിൻ ബിലാ ഇദിനി അസ്ലിൻ, പിതാവിൻ്റെ അതല്ലെങ്കിൽ മാതാവിൻ്റെ സമ്മതം കൂടാതെ യാത്ര പോകുന്നവൻ. എങ്ങനെയുള്ള പിതാവോ മാതാവോ ആണ്? യജിബിസ്തിദാനുഹു, അവനോട് സമ്മതം തേടൽ നിർബന്ധമായ ഒരു സാഹചര്യമാണ്. അപ്പം അവരെ സമ്മതം കൂടാതെ യാത്ര പോവുക. അതുപോലെ തന്നെ വഖാത്തിഇ തരീഖിൻ, വഴി ഉപരോധിക്കാൻ വേണ്ടി പോകുന്നവൻ, ആളുകളെ ഉപരോധിച്ച് വല്ലതും തട്ടിയെടുക്കുക, അതിനു വേണ്ടി പോവുകയാണ്. മുസാഫിരിൻ, ഒരു യാത്രക്കാരൻ, അലൈഹി, അവൻ്റെ മേലുണ്ട്, ദൈനുൻ ഹാലുൻ, അവധി എത്തിയ കടമുണ്ട്, വൈൻ കല്ല, അത്ര കുറവാണെങ്കിലും. ഖാദിറുൻ, ഖാദിരിൻ, അവൻ കഴിവുള്ളവനാണ്, അലൈഹി, അത് വീട്ടാൻ. അങ്ങനെയുള്ള വ്യക്തി യാത്ര പോയി, മിൻ ഗൈരി ഇദിനി ദാഇനിഹി, അവൻ കടം നൽകാനുള്ള അവൻ്റെ കടക്കാരനായ ആൾ സമ്മതം കൂടാതെയോ, ഔ ലന്നിരില്ലാഹു, അതല്ലെങ്കിൽ അവൻ്റെ തൃപ്തി ഭാവിക്കാതെയോ. പോകുന്നത് കുഴപ്പമില്ല എന്ന് ഇവർക്ക് ലന്നുണ്ടെങ്കിൽ പോകാം, സമ്മതം കിട്ടിയാലും പോകാം. ലിഅന്ന റുഖസ ലാ തനാത്തു ബിൽ മഅസി, കാരണം റുഖ്സകളൊന്നും തെറ്റായ കാര്യങ്ങളോട് ബന്ധിക്കുകയില്ല. വമിൻ സഫരിൽ മഅസിയത്തി അൻ യുതിഇബ നഫ്സഹു വദാബതഹു ബിർറഖ്ലി മിൻ ഗൈരി ഗർളിൻ, ഒരു കാര്യമില്ലാതെ ഓൻ്റെ മൃഗത്തെയും അവൻ്റെ ശരീരത്തെയും അവൻ പ്രയാസപ്പെടുത്തി, ബിർറഖ്ലി, പിന്നെ വാഹനം അങ്ങനെ ഇങ്ങനെയൊക്കെ ഓടിച്ചിട്ടും മറ്റുമൊക്കെ ആയിട്ട് അവൻ്റെ മൃഗത്തിനെയും ശരീരത്തെയൊക്കെ പ്രയാസപ്പെടുത്തുക, അതും ഒരു തെറ്റായ യാത്രയിൽ പെടുന്ന എന്നാണ് ഇമാമുകൾ വിശദീകരിക്കുന്നത്. ഇത് ജമൽ 1599, അതുപോലെ തന്നെ തുഹ്ഫ ഷർവാനി സഹിതം 2387 എന്നിവയിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഔ യുസാഫിറ ലിമുജറദി റുഅ്യത്തിൽ ബിലാദി വന്നളിരി ഇലൈഹ, തനി നാടിങ്ങനെ കാണുക, അതിലേക്ക് ഇങ്ങനെ നോക്കുക, അതിനു വേണ്ടി മാത്രം, അതുകൊണ്ടൊരു മാനസിക ഉല്ലാസമോ മറ്റോ ഒന്നും ലക്ഷ്യമില്ല, കേവലം ഇങ്ങനെ നാടും കണ്ട് നടക്കുക, അങ്ങനെയുള്ള യാത്രയും മഅസിയത്തിൻ്റെ യാത്രയാണ് എന്ന് കാണാം. എന്നാൽ നുസ്ഹത്ത്, തനസ്സുഹ്, ഒരു യാത്ര പോണത് എന്തെങ്കിലും മാനസിക ഉല്ലാസത്തിന് വേണ്ടി, അങ്ങനെയൊക്കെയുള്ള യാത്രയാകുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് നമുക്ക് പിന്നെ പറയാം. കേവലം നാട് കാണാൻ വേണ്ടിയുള്ള യാത്ര അത് പറ്റും, അത് തെറ്റായ യാത്രയായിട്ട് പല ഇമാമുകളും എണ്ണിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പിന്നീട് പറയാം.